Hi dear students, welcome to the new session of Marketing Management. Marketing Management പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് അനലൈസിങ് കൺസ്യൂമർ മാർക്കറ്റ്സ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ. സോ നമുക്ക് നോക്കാം. ഈ ഒരു സെഷനിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. എന്താണ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൺസ്യൂമർ ബിഹേവിയറും ബയർ ബിഹേവിയറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതും ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കൺസ്യൂമർ ബിഹേവിയർ അല്ലെങ്കിൽ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ. എന്താണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ഡൂയിങ് ഓഫ് എനിത്തിങ്, അല്ലെ? എന്തൊരു കാര്യത്തിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ബിഹേവിയർ എന്നുള്ള രീതിയിലാണ് പറയുക. ബിഹേവിയർ ഈസ് എ മിറർ ഇൻ വിച്ച് എവ്രി വൺ ഡിസ്പ്ലേ ഹിസ് ഓർ ഹെർ ഇമേജ്. ബിഹേവിയർ എന്നുള്ളത് ഒരു മിറർ പോലെയാണ്. ഇറ്റ് ഈസ് എ മിറർ ഇൻ വിച്ച് എവ്രി വൺ ഡിസ്പ്ലേ ഹിസ് ഓർ ഹെർ ഇമേജ്. ആ മിററിൽ എല്ലാവരും എന്ത് ചെയ്യുന്നു? അവരുടെ ഇമേജ് ഡിസ്പ്ലേ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ നമ്മൾ നമ്മുടെ ഇമേജ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു മിററിനെയാണ് നമ്മൾ ബിഹേവിയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു സിറ്റുവേഷനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അതിനെയാണ് എന്ത് പറയുന്നത്? ബിഹേവിയർ എന്ന് പറയുന്നത്. സോ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ദി വേർഡ്സ് ഓഫ് വാൾട്ടേഴ്സ് ആൻഡ് പോൾ, കൺസ്യൂമർ ബിഹേവിയർ ഈസ് ദ പ്രോസസ് വെയർ ബൈ ഇൻഡിവിജ്വൽസ് ഡിസൈഡ് വാട്ട്, വെൻ, വേർ, ഹൗ ആൻഡ് ഫ്രം whom ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ്, ഒരു പ്രോസസ്സാണ്. അതായത് ഒരു ഇൻഡിവിജ്വൽ ഡിസൈഡ് ചെയ്യുന്നു. എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്? വാട്ട്, എന്ത് പർച്ചേസ് ചെയ്യണം, എപ്പോൾ പർച്ചേസ് ചെയ്യണം, എവിടെ പർച്ചേസ് ചെയ്യണം, എങ്ങനെ പർച്ചേസ് ചെയ്യണം, അതുപോലെ തന്നെ ആരിൽ നിന്നും പർച്ചേസ് ചെയ്യണം. സോ ഗുഡ്സ് ആൻഡ് സർവീസസ്, എന്ത് ഗുഡ്സ് ആൻഡ് സർവീസാണ് പർച്ചേസ് ചെയ്യേണ്ടത്, എപ്പോഴാണ്, എവിടെ നിന്നാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ്, ആരിൽ നിന്നാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡിസിഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ബയർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയറും ബയർ ബിഹേവിയറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ നമ്മൾ കൺസ്യൂമറും ബയറും തമ്മിലുള്ള, അല്ലെങ്കിൽ കൺസ്യൂമറും കസ്റ്റമറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഈ കൺസ്യൂമർ ബിഹേവിയറും ബയർ ബിഹേവിയറും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് പറയാൻ കഴിയും, അല്ലെ? എന്താണ് കൺസ്യൂമറും കസ്റ്റമറും തമ്മിലുള്ള, അല്ലെങ്കിൽ ബയറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? ബയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആളാണ്. ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു എന്നുള്ളതുകൊണ്ട് അദ്ദേഹം തന്നെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തോളണം എന്നില്ല, അല്ലെ? എന്നാൽ കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഒരു പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നത്, അദ്ദേഹത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസ്യൂമർ എന്ന് പറയുന്നത്. സോ കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന, കൺസ്യൂം ചെയ്യുന്ന ആളെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്. ബയർ അല്ലെങ്കിൽ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്, ബൈ ചെയ്യുന്നത്, അദ്ദേഹത്തെയാണ് നമ്മൾ കസ്റ്റമർ അല്ലെങ്കിൽ ബയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ കൺസ്യൂമർ ബിഹേവിയറും ബയർ ബിഹേവിയറും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടും പറയുന്നത്. കൺസ്യൂമർ ബിഹേവിയർ ഇൻവോൾവ്സ് ദ ബിഹേവിയർ ഓഫ് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്, ദാറ്റ് മീൻസ് ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ്. അതായത് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിൻ്റെ, അതായത് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന അൾട്ടിമേറ്റ് ആയിട്ട് ആരാണോ യൂസ് ചെയ്യുന്നത്, ഏത് ഇൻഡിവിജ്വൽ ആണോ അവരുടെ ബിഹേവിയറിനെയാണ് നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. എന്നാൽ ബയർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ദ ബിഹേവിയർ ഓഫ് ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സ്, അതായത് ഓർഗനൈസേഷണൽ ബയേഴ്സ്. ആരാണ് ഇവിടെ കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്നത്, അവരുടെ ബിഹേവിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയർ ബിഹേവിയർ എന്ന് പറയുന്നത്. ദേ മേക്ക് ഫർദർ വാല്യൂ അഡീഷൻ ടു ദ പ്രൊഡക്റ്റ് ടു സെൽ ഇറ്റ് ടു ദ അൾട്ടിമേറ്റ് ഓർ ഫൈനൽ കൺസ്യൂമർ ഓർ എൻഡ് യൂസേഴ്സ്. സോ കസ്റ്റമേഴ്സ് ആണ് ആ ഒരു പ്രൊഡക്റ്റിലേക്ക് വാല്യൂ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? കൺസ്യൂമറിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തിക്കുന്നത്, അല്ലെ? അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് യൂസേഴ്സിലേക്ക് ആ പ്രൊഡക്റ്റിനെ എത്തിക്കുന്നത് ആരാണ്? ഈ കസ്റ്റമേഴ്സ് ആണ്. അതുകൊണ്ട് അവരുടെ ബിഹേവിയറും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇവിടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. സോ ഇതാണ് ഒരു കൺസ്യൂമർ ബിഹേവിയറും ബയർ ബിഹേവിയറും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. കൺസ്യൂമറും കസ്റ്റമറും തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ് അവരുടെ ബിഹേവിയറിലെ ഡിഫറൻസ് ആയിട്ടും പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ, അല്ലെങ്കിൽ ബൈയിങ് ഡിസിഷൻസ്, അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. അപ്പോൾ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ഏത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം, എപ്പോൾ പർച്ചേസ് ചെയ്യണം, എങ്ങനെ പർച്ചേസ് ചെയ്യണം, ആരിൽ നിന്ന് പർച്ചേസ് ചെയ്യണം, ഏത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസ്യൂമർ ബിഹേവിയർ അല്ലെങ്കിൽ കസ്റ്റമർ ബിഹേവിയർ, ബൈയിങ് ബിഹേവിയർ എന്നുള്ളതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. സോ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ
ചെയ്യാൻ പോകുന്നത്. അതിലൊന്നാമതായിട്ട് പറയുന്ന സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യൽ ഫാക്ടേഴ്സ്, പേഴ്സണൽ ഫാക്ടേഴ്സ്, ഇക്കണോമിക് ഫാക്ടേഴ്സ് ആൻഡ് എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ബൈയിങ് ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. സോ ഓരോന്നും നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ പറയുന്ന സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. അതിലൊന്നാമതായിട്ട് പറയുന്ന കൺസ്യൂമറുടെ നീഡ്സും മോട്ടിവേഷനുമാണ്. എവരി ഇൻഡിവിജ്വൽ ഹാസ് നീഡ്സ്. ഇൻ ഫാക്ട് ഓൾ ബൈയിങ് ഡിസിഷൻ സ്റ്റാർട്ട് വിത്ത് നീഡ് റെക്കഗ്നിഷൻ. പീപ്പിൾ ആൾവേസ് സീക്സ് ടു സാറ്റിസ്ഫൈ ദെയർ നീഡ്സ്. നമ്മൾ കഴിഞ്ഞ പിന്നെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീഡ്സും വാണ്ട്സും ഡിമാൻഡ്സും ഒക്കെ അല്ലേ. സോ നീഡ് ആണ്, ഏതൊരു ഇൻഡിവിജ്വലിനും നീഡ്സ് ഉണ്ടായിരിക്കും. ആ നീഡാണ് ആ ഒരു ബൈയിങ് ഡിസിഷൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് നീഡാണ് എന്ത് ചെയ്യുന്നത്, വാണ്ട്സ് ആയിട്ട് മാറുന്നത്, വാണ്ട്സ് ആണ് പിന്നീട് ഡിമാൻഡ്സ് ആയിട്ട് മാറുന്നത്. സോ കൺസ്യൂമേഴ്സിന് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് നീഡ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ അദ്ദേഹത്തിന് മോട്ടിവേഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആക്ഷനായിട്ട് മാറും. അതെന്ത് ചെയ്യും, അദ്ദേഹം ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ അവിടെ എടുക്കും എന്നുള്ളതാണ് പറയുന്നത്. അതായത് നീഡ് എന്ത് ചെയ്യുന്നു, ഒരു നീഡ് അദ്ദേഹത്തിന് സാറ്റിസ്ഫൈ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു നീഡ് ഒരാളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനൊരു മോട്ടിവേഷനായിട്ട് മാറുകയും അത് പിന്നീട് അദ്ദേഹത്തെ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ, അതായത് ആ ബൈയിങ് അല്ലെങ്കിൽ പർച്ചേസിങ് എന്നുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യാൻ, ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രൈവായിട്ട് അദ്ദേഹത്തിന് മോട്ടിവേറ്റ് ചെയ്യാൻ ആ നീഡുകൾക്ക്, അൺസാറ്റിസ്ഫൈഡ് നീഡുകൾക്ക് സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. സോ കൺസ്യൂമേഴ്സിൻ്റെ നീഡും അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന ആ ഒരു മോട്ടിവേഷനും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂമറുടെ ബൈയിങ് പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു മാസ്ലോ ദർ ആർ 5 ടൈപ്സ് ഓഫ് ഹ്യൂമൻ നീഡ്സ്. നമ്മൾ പഠിച്ചതാണ് അല്ലേ, മോട്ടിവേഷൻ തിയറിയിൽ മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയിൽ നമ്മൾ പഠിച്ചതാണ്. 5 ടൈപ്പ് ഹ്യൂമൻ നീഡ്സുകളുണ്ട്. ഫിസിയോളജിക്കൽ നീഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ സേഫ്റ്റി നീഡ്സ് ഉണ്ട്, സോഷ്യൽ എസ്റ്റീം നീഡ്സ് ഉണ്ട്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ഉണ്ട്. സോ ഈ നീഡുകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ബൈയിങ് ഡിസിഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസും എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് കൺസ്യൂമർ നീഡ്സ് ആൻഡ് മോട്ടിവേഷനാണ്. ദെൻ രണ്ടാമതായിട്ട് പറയുന്നത് പെർസെപ്ഷനാണ്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് സെലക്ടിങ്, ഓർഗനൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഇൻഫർമേഷൻ ഇൻ ഓർഡർ ടു ഗീവ് മീനിങ് ടു ദ വേൾഡ് ഓർ എൻവിറോൺമെൻറ്റ് വി ലിവ് ഇൻ. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എൻവിറോൺമെൻറ്റിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ചില സിറ്റുവേഷൻസിലേക്ക് എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മീനിങ് നൽകുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പിക്ചർ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വിഷ്വൽ ഇമേജ് നമ്മൾ കാണുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നൽകുന്ന ആ ഒരു മീനിങ്, ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അനുമാനങ്ങൾ എന്ന് നമുക്ക് പറയാം. നമ്മൾ പല തരം കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ പല ആളുകൾക്കും പല രീതിയിലാണ് അതിലേക്ക് എന്ത് ചെയ്യുന്നത്, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അതിനെ വ്യാഖ്യാനിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ആ ഒരു പിക്ചറിനെ, ആ ഒരു എൻവിറോൺമെൻറ്റിലേക്ക് നമ്മൾ നൽകുന്നത് പല രീതിയിലുള്ള മീനിങ് ആണ്. ഞാൻ നൽകുന്ന മീനിങ് അല്ല നിങ്ങൾ നൽകുന്നുണ്ടായിരിക്കുക. സോ ഇങ്ങനെ ഈ നൽകുന്ന മീനിങ്ങുകൾക്ക് നമ്മുടെ ബൈയിങ് ബിഹേവിയറിനെ എന്ത് ചെയ്യാൻ കഴിയും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ഞാനൊരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിന് ഞാൻ എന്ത് മീനിങ് ആണ് നൽകുന്നത്, അതായിരിക്കില്ല നിങ്ങൾ നൽകുന്നത്. സോ ഞാൻ നൽകുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള മീനിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാനത് പർച്ചേസ് ചെയ്തേക്കാം. നിങ്ങൾ നൽകുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള മീനിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരിക്കലും പർച്ചേസ് ചെയ്യില്ല. സോ നിങ്ങളുടെ പർച്ചേസിങ് ബിഹേവിയറിനെയും എൻ്റെ പർച്ചേസിങ് ബിഹേവിയറിനെയും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പെർസെപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ലേണിംഗ് ആണ്. ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് അക്വയറിങ് നോളജ് അല്ലെ. നോളജ് അക്വയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലേണിംഗ് എന്ന് പറയുന്നത്. സോ ലേണിംഗ് എന്ത് ചെയ്യുന്നു, ഡിഫറൻ്റ് ആയിട്ടുള്ള വഴികളിലൂടെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സിലൂടെയാണ് നമ്മൾ ലേൺ ചെയ്യുന്നത്. ലിസണിങ്ങിലൂടെയും റീഡിങ്ങിലൂടെയും ഒബ്സർവിങ്ങിലൂടെയും അതുപോലെ തന്നെ എക്സ്പീരിയൻസിങ്ങിലൂടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ലേൺ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് നമ്മുടെ ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ അല്ലെങ്കിൽ അതുപോലെ തന്നെ കൺസ്യൂമറുടെ ബൈയിങ് ബിഹേവിയറിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് ബിലീഫ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡാണ്. ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ബിലീഫ്സും അവരുടെ ആറ്റിറ്റ്യൂഡ്സും അവരുടെ ബൈയിങ് ഡിസിഷനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ബൈയിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം, എ കൺസ്യൂമർ ബിലീവ് ദാറ്റ് മാരുതി കാർസ് ആർ ലെസ് കോസ്റ്റ്ലി ആൻഡ് ഫ്യൂർ എഫിഷ്യൻറ്റ്. സോ ഒരു കസ്റ്റമർ എന്ത് ചെയ്യാണ്, വിചാരിക്കുകയാണ് മാരുതി കാർ എന്ന് പറയുന്നത് വളരെ ലെസ് കോസ്റ്റ്ലി ആണ്, അതുപോലെ തന്നെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആണെന്ന് അദ്ദേഹത്തിന് ഒരു ബിലീഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം എന്ത് ചെയ്യും, മാരുതി കാറുകൾ മാത്രമാണ് സെലക്ട് ചെയ്യുക, അദ്ദേഹം മാരുതി കാറുകൾ മാത്രമായിരിക്കും പർച്ചേസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നമ്മുടെ ബിലീഫ്സുകളും നമ്മുടെ ആറ്റിറ്റ്യൂഡ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബൈയിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് കൾച്ചറൽ
ഫാക്ടേഴ്സാണ്. സോ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കഴിഞ്ഞു, ഇത് ഇനി കൾച്ചറൽ ഫാക്ടേഴ്സാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. കൾച്ചറൽ ഫാക്ടേഴ്സിൽ ഒന്നാമതായിട്ട് പറയുന്നത് കൾച്ചറാണ്. കൾച്ചർ സിംപ്ലി റെഫേഴ്സ് ടു വാല്യൂസ് ആൻഡ് ബിലീഫ്സ് ഇൻ വിച്ച് വൺ ഈസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ്. ഒരാൾ ജനിച്ച് വളർന്ന സിറ്റുവേഷൻ, അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള ചില വാല്യൂസ്, അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിച്ച് പോരുന്ന ചില വിശ്വാസങ്ങൾ, അതിനെയാണ് നമ്മൾ കൾച്ചർ എന്ന് പറയുന്നത്. സോ ആ കൾച്ചറും അദ്ദേഹത്തിൻ്റെ വാല്യൂസും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണോ വാങ്ങിക്കണ്ടയോ എന്നുള്ളതിൽ തീരുമാനമെടുക്കുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ നമ്മുടെ ബിലീഫ്സുകൾ, നമ്മൾ ചില പ്രൊഡക്റ്റുകൾ, ചില ഡ്രസ്സുകൾ വാങ്ങിക്കുന്നിടത്തും അല്ലെങ്കിൽ ചില പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നിടത്തും ഒക്കെ നമ്മുടെ വാല്യൂസും നമ്മുടെ കൾച്ചറും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ അതിൽ നിന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മളത് വാങ്ങിക്കാനും നമ്മൾ വാങ്ങിക്കാതിരിക്കാനുമുള്ള ചില കാരണങ്ങളായിട്ട് നമ്മുടെ കൾച്ചറുകളും നമ്മുടെ ബിലീഫ്സുകളും നമ്മുടെ വാല്യൂസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ മറ്റൊന്ന് പറയുന്നത് സബ് കൾച്ചറാണ്. കൾച്ചർ വിത്തിൻ എ കൾച്ചർ ഈസ് കോൾഡ് സബ് കൾച്ചർ. ഒരു കൾച്ചറിൻ്റെ ഉള്ളിൽ വരുന്ന കൾച്ചറിനെയാണ് നമ്മൾ സബ് കൾച്ചർ എന്ന് പറയുന്നത്. അതൊരു റിലീജിയനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലാംഗ്വേജിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ ജോഗ്രഫിക് റീജിയനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ നാഷണാലിറ്റിയും ഏജിനെയും ജെൻഡറിനെയും ഒക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള കൾച്ചറുകളായിരിക്കാം സബ് കൾച്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ റിലീജിയനിൽ വിശ്വസിക്കുന്ന ആളുകൾ ചില പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നില്ല, ചില ലാംഗ്വേജിൽ സംസാരിക്കുന്ന ആളുകൾ ചില പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നില്ല, ചില ജോഗ്രഫിക് റീജിയൻ, ഇപ്പോൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾ ചില പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യില്ല. എന്നാൽ അത് പിന്നെ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അത് പർച്ചേസ് ചെയ്തേക്കാം. അല്ലെങ്കിൽ ഏജിൻ്റെ ഡിഫറൻസിൽ എന്ത് ചെയ്യാം, ചില പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള ചില കാരണങ്ങളായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ നമ്മുടെ കൾച്ചർ നമ്മുടെ ബൈയിങ് ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സബ് കൾച്ചറും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബൈയിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് സോഷ്യൽ ക്ലാസ് ആണ്. സോഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ ക്ലാസ് ആൻഡ് കൺസംഷൻ പാറ്റേൺ. എ സോഷ്യൽ ക്ലാസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് സിമിലർ വാല്യൂസ്, ഇൻട്രസ്റ്റ് ആൻഡ് ബിഹേവിയർ വിത്തിൻ എ സൊസൈറ്റി. ഇറ്റ് ഈസ് ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഷെയർ ദ ഈക്വൽ എക്കണോമിക് പൊസിഷൻ. ആൻഡ് സോഷ്യൽ ക്ലാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരേ സൊസൈറ്റിയിൽ ഒരേ ഇൻട്രസ്റ്റ് ഉള്ള, ഒരേ വാല്യൂസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത്. ഒരു സൊസൈറ്റിയിൽ ഒരേ ഇൻട്രസ്റ്റോടുകൂടി, ഒരേ വാല്യൂസോടുകൂടി, ഒരേ കൾച്ചറോടുകൂടി ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു സോഷ്യൽ ക്ലാസിൻ്റെ എക്കണോമിക് പൊസിഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അവരെല്ലാവരും ഒന്നുകിൽ മിഡിൽ ഇൻകം ലെവലിൽ വരുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഹയർ ലെവലിലായിരിക്കാം. എനിവേ അവരുടെ എക്കണോമിക് പൊസിഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. സോ അവർ എന്ത് ചെയ്യും, ചില പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നതിൽ ഈ ഒരു സോഷ്യൽ ക്ലാസ് അവരെ വിലക്കിയേക്കാം എന്നുള്ളതാണ് പറയുന്നത്. അവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ സോഷ്യൽ ക്ലാസ്സിൽ ഈ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള മറ്റൊരാൾ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ഈ ഒരാളും അത് പർച്ചേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഒരാൾ പർച്ചേസ് ചെയ്യുന്നില്ല എങ്കിൽ മറ്റുള്ള ആളുകളും ഒരു പക്ഷേ അത് പർച്ചേസ് ചെയ്യാതിരിക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ ഒരേ ഗ്രൂപ്പിൽ വരുന്ന, ഒരേ എക്കണോമിക് പൊസിഷനുള്ള, ഒരേ വാല്യൂസ് ഉള്ള, ഒരേ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത്. ആ സോഷ്യൽ ക്ലാസ്സും നമ്മുടെ കൺസംഷൻ പാറ്റേണിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സോഷ്യൽ ഫാക്ടേഴ്സ് ആണ്. അതിലൊന്നാമതായിട്ട് പറയുന്ന റെഫറൻസ് ഗ്രൂപ്പാണ്. കൺസ്യൂമർ ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വേരിയസ് ഗ്രൂപ്പ്സ് വിത്തിൻ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഒരു കൺസ്യൂമറുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദീസ് ഗ്രൂപ്പ്സ് ആർ നോൺ ആസ് റെഫറൻസ് ഗ്രൂപ്പ്സ്. എ റെഫറൻസ് ഗ്രൂപ്പ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് whom an individual associate. ഒരു ഇൻഡിവിജ്വൽ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, അല്ലെ, ഒരു ഇൻഡിവിജ്വൽ അസോസിയേറ്റ് ചെയ്യുന്ന, അതായത് ഇൻഡിവിജ്വൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇടപെടുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. സോ ആ ഗ്രൂപ്പുകളെയാണ് നമ്മൾ റെഫറൻസ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള റെഫറൻസ് ഗ്രൂപ്പുകൾ നമ്മൾ ചില പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ കാരണമാകുമെന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മുടെ ബൈയിങ് ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആ ഗ്രൂപ്പുകൾക്ക് സാധിക്കും. നമ്മൾ ചില ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ നമ്മൾ ചില പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ നിർബന്ധിപ്പിക്കും, അല്ലെങ്കിൽ അവർ വാങ്ങിക്കുന്ന സമയത്ത് നമ്മളും അത് വാങ്ങിച്ചു പോകും, അല്ലെങ്കിൽ അവർ വാങ്ങിച്ചിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസുകൾ കേൾക്കുമ്പോൾ നമ്മളും എന്ത് ചെയ്യും, അതിൻ്റെ റിവ്യൂസ് കേൾക്കുന്ന സമയത്ത് നമ്മളും ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ അത്തരത്തിലുള്ള റെഫറൻസ് ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സോഷ്യൽ ഫാക്ടർ എന്നുള്ള നിലയിൽ നമ്മുടെ ബൈയിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് പറയുന്ന റോൾ ആൻഡ് സ്റ്റാറ്റസ് ആണ്. അതൊരു പേഴ്സൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ സൊസൈറ്റിയിലുള്ള അദ്ദേഹത്തിൻ്റെ റോള്, അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ നിർബന്ധിതനാക്കുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് ഇൻഫ്ലുവൻസ്
ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഫാദർ ഹൂ ഈസ് എ ടീച്ചർ വാണ്ട്സ് ടു ബൈ എ ലാപ്ടോപ്പ് ബട്ട് ഹിസ് സൺ ഹൂ ഹാസ് ജസ്റ്റ് എൻറ്റേർഡ് കോളേജ് വാണ്ട്സ് എ മോട്ടോർ സൈക്കിൾ. സച്ച് എ സിറ്റുവേഷൻ മേ ഹാവ് എ ബിയറിംഗ് ഓൺ ആൻ ഇൻഡിവിജ്വൽസ് ബൈയിങ് ബിഹേവിയർ. അല്ല, ഇപ്പോൾ ഒരു ടീച്ചറാണ്, ആ ടീച്ചർ എന്ത് ചെയ്യണം, ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കണം. എന്നാൽ അദ്ദേഹത്തിൻ്റെ മകനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു കോളേജിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. അല്ലെ, അത് ആ മകൻ എന്ത് വേണം, ഒരു മോട്ടോർ സൈക്കിൾ വേണം. സോ എനിവേ ഇത് രണ്ടും വാങ്ങിക്കാൻ അദ്ദേഹം എന്താണ്, നിർബന്ധിതനായിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ റോള് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയിൽ കിട്ടുന്ന സ്റ്റാറ്റസ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അല്ലെ, ഒരു ലാപ്ടോപ്പ് ഒരു ടീച്ചർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ടീച്ചർ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് ആ ടീച്ചറുടെ റോളുകൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിൽ ഒരു കുറവ് വരികയാണ്. അദ്ദേഹത്തിൻ്റെ മകന് കോളേജിൽ പോകുന്ന സമയത്ത് ബൈക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, മോട്ടോർ സൈക്കിൾ ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റാറ്റസിൽ അത് മോശമാണ് എന്നുള്ളൊരു തോന്നൽ സൊസൈറ്റിയിൽ ഉണ്ടാവുകയാണ്. അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ അത്തരത്തിലൊരു തോന്നൽ ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ്, നമുക്ക് സൊസൈറ്റിയിൽ കിട്ടുന്ന റോള് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നമ്മുടെ സ്റ്റാറ്റസ്, നമ്മൾ ചില പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ നിർബന്ധിതനാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ അതും നമ്മുടെ ബയ്യിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് പറയുന്നത് ഫാമിലിയാണ്. ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും നമ്മുടെ ചില പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് വൈഫ് എന്ത് ചെയ്യും, പലപ്പോഴും ഹസ്ബൻഡിനെ കൊണ്ട് പല പ്രൊഡക്റ്റുകളും വാങ്ങിക്കാൻ നിർബന്ധിതരാകും. അല്ലെങ്കിൽ ചിൽഡ്രൻസ് എന്ത് ചെയ്യും, പലപ്പോഴും പല പ്രൊഡക്റ്റുകളും വാങ്ങിക്കാൻ നിർബന്ധിതരാകും. സോ അത്തരത്തിൽ ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും നമ്മുടെ ബയ്യിങ് ബിഹേവിയറിനെ, ബയ്യിങ് ഡിസിഷൻ പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് വേരിയസ് എക്കണോമിക് ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമൈൻ കൺസ്യൂമർ ബിഹേവിയർ മേ ബി ബ്രീഫ്ലി ഡിസ്കസ്ഡ് ആസ് ബിലോ. ഫസ്റ്റ് വൺ പറയുന്നത് പേഴ്സണൽ ഇൻകം ആണ്. ഒരാളുടെ ഇൻഡിവിജ്വൽ ഇൻകം, അദ്ദേഹത്തിന് എത്ര ഇൻകം ലഭിക്കുന്നുണ്ട്, അതെന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ ബയ്യിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരാൾക്ക് നല്ല ഇൻകം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഹൈ ലെവൽ ഓഫ് ഇൻകം അദ്ദേഹം ഏൺ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അദ്ദേഹം തീർച്ചയായിട്ടും ഒരുപാട് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഉള്ള പ്രൊഡക്റ്റുകൾ, സ്റ്റാറ്റസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ അദ്ദേഹം വാങ്ങിക്കും. എന്നാൽ ലോ ഇൻകം ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം മിനിമം ബഡ്ജറ്റിലേക്ക് അദ്ദേഹത്തിൻ്റെ പർച്ചേസിങ് പാറ്റേണിനെ അദ്ദേഹം മാറ്റുമെന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്ന ഫാമിലി ഇൻകം ആണ്. ഒരാളുടെ പേഴ്സണൽ ഇൻകവും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇൻകവും എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ ലെവൽ ഓഫ് ഇൻകം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ എന്ത് ചെയ്യും, അത്തരത്തിലുള്ള ഹൈ ലെവൽ ഓഫ് പർച്ചേസിങ്ങും വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് ഇൻകം എക്സ്പെക്റ്റേഷൻ ആണ്. ഭാവിയിൽ ഏതെങ്കിലും ഒരു ഇൻകം വരാനുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും അത് വാങ്ങിക്കാൻ, ചില പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാനുള്ള പ്ലാനുകൾ തയ്യാറാക്കും. അല്ലെങ്കിൽ ചില പ്രൊഡക്റ്റുകൾ ഇപ്പോൾ തന്നെ അദ്ദേഹം എന്ത് ചെയ്യും, ക്രെഡിറ്റിലാണെങ്കിലും അത് പർച്ചേസ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. ഇൻകം എക്സ്പെക്റ്റേഷൻ, ഭാവിയിൽ വരാനുള്ള സാധ്യതകൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പർച്ചേസിങ് ബിഹേവിയറിനെയും പർച്ചേസിങ് പാറ്റേണിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നാലാമതായിട്ട് പറയുന്നത് സേവിങ്സ് ആണ്. ഒരാൾക്ക് എത്രമാത്രം സേവിങ്സ് ഉണ്ട്, സേവിങ്സ് കൂടുന്തോറും അദ്ദേഹത്തിന് പർച്ചേസ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് വരികയാണ്. സോ സേവിങ്സ് അദ്ദേഹം എത്രമാത്രം കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. മറ്റൊന്ന് പറയുന്നത് ലിക്വിഡിറ്റി പൊസിഷനാണ്. ഒരാളുടെ അടുത്ത് എത്രമാത്രം ക്യാഷ് ഇൻ ഹാൻഡ്, അദ്ദേഹത്തിൻ്റെ ക്യാഷ് ഓൺ ഹാൻഡിൽ എത്ര ഉണ്ട്, ലിക്വിഡ് ക്യാഷ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്ര ഉണ്ട്, അതിൻ്റെ പൊസിഷൻ എന്താണ് എന്നുള്ളതും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാഷ് ബാങ്ക് ബാലൻസ് ആയിട്ടോ അല്ലെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്ന സെക്യൂരിറ്റീസൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന, ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസറ്റുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ബയ്യിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ മറ്റൊന്ന് പറയുന്നത് കൺസ്യൂമർ ക്രെഡിറ്റ് ആണ്. അതായത് ചില പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കാൻ നമുക്ക് ഒരുപാട് ക്രെഡിറ്റ് അല്ലെങ്കിൽ ഹയർ പർച്ചേസും അതുപോലെയുള്ള ഫെസിലിറ്റീസും എന്ത് ചെയ്യും, കസ്റ്റമേഴ്സിന് ചില കമ്പനീസ് നൽകുമെന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് എത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ക്രെഡിറ്റ് എടുക്കാനുള്ള ക്രെഡിറ്റിൻ്റെ അവൈലബിലിറ്റി എത്രമാത്രമുണ്ട്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് പോലെയുള്ള ഫെസിലിറ്റീസ് അദ്ദേഹത്തിന് ഉണ്ടോ, അതും എന്ത് ചെയ്യുന്നുണ്ട്, ചില ബയ്യേഴ്സിൻ്റെ ബയ്യിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇത് നെക്സ്റ്റ് പറയുന്ന എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആണ്. അതായത് നമ്മുടെ ഓവറോൾ രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബയ്യിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലീഗൽ ഫോഴ്സസ്, നിയമപരമായിട്ടുള്ള ചില തടസ്സങ്ങൾ ചില പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നതിൽ നമ്മളെ പിന്തിരിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, പുതിയ ടെക്നോളജി വരുന്ന സമയത്ത് ആ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ സ്വാഭാവികമായിട്ടും ചില ഡിമാൻഡുകൾ വരാൻ അല്ലെങ്കിൽ ചില നീഡ്സുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സൊക്കെയാണ് ഒരാളുടെ ഇൻഡിവിജ്വലിൻ്റെ ബയ്യിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സായിട്ട് പറയുന്നത്.
അതുപോലെ തന്നെ മറ്റൊന്നാണ് പേഴ്സണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എ പേഴ്സൺസ് ബൈയിങ് ബിഹേവിയർ ഈസ് ഷേപ്ഡ് ബൈ ഹിസ് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ പേഴ്സണൽ ഫാക്ടേഴ്സ്. ദീസ് പേഴ്സണൽ ഫാക്ടേഴ്സ് ആർ യുണീക് ടു എ പെർട്ടിക്കുലർ പേഴ്സൺ. ദീസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ്. ഇമ്പോർട്ടൻറ്റ് പേഴ്സണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബൈയർ ബിഹേവിയർ ആർ ആസ് ഫോളോസ്. സോ ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സുകൾ അല്ലെങ്കിൽ പേഴ്സണൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ബൈയിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത്. അതിൽ ഒന്ന് ഏജ് ആണ്. സോ ഏജ് എന്ത് ചെയ്യുന്നുണ്ട്, ചില പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജെൻഡർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേജസ് ഇൻ ദ ലൈഫ് സൈക്കിൾ, അതായത് ഫാമിലി ലൈഫ് സൈക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒക്യുപ്പേഷൻ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ്, ലൈഫ് സ്റ്റൈല്, പേഴ്സണാലിറ്റി, സെൽഫ് ഇമേജ് അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇൻഡിവിജ്വലിനെ ബൈയിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇത്രയാണ് പ്രധാനമായിട്ട് വരുന്ന ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. സോ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.